ഇന്ന് റോഡ് ഷോ അത്തരത്തിലേക്ക് വിപുലമായ പ്രചാരണ പരിപാടികളാണ് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്നത്. റോഡ് ഷോ തുടങ്ങിയില്ലേ? ഇതാ പ്രിയങ്ക ഗാന്ധിയെ വരവേൽക്കുന്നതിന് വേണ്ടി മുത്തേടം കാരാപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി UDFന്റെ എല്ലാ പ്രവർത്തകരും ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. ഈ ഗഫൂറിന്റെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. മുത്തേടത്തെ കാരാപ്പുറത്താണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ കൺവെൻഷൻ നടക്കുന്നത്. ഒരു റോഡ് ഷോ ആയിട്ടാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 400 മീറ്ററാണ് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കുള്ളത്. അതുവരെയാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. നമ്മളെ കാണുന്നത് ആ റോഡ് ഷോയിലേക്കുള്ള വാഹനമാണ്. അതിലേക്ക് പ്രധാന നേതാക്കളെല്ലാം തന്നെ കയറിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, അതുപോലെ തന്നെ അബ്ബാസ് അലി തങ്ങൾ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ തുടങ്ങിയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രിയങ്ക ഗാന്ധി ആ വീട്ടിൽ ആ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരും. പിന്നെ തിരഞ്ഞെടുപ്പിന്റെ ആവേശമാണ്. തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു ചൂടിലേക്ക് പോവുകയാണ്. കാരണം അത്രത്തോളം ഉച്ചസ്ഥായിലാണ്. പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടുകൂടി അത് ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെ UDFന് ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 55,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ ഒരു പ്രദേശമാണ് ഈ നിലമ്പൂർ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വോട്ട് സമാഹരിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ വരവിന് കഴിയും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ആ ഒരു ആവേശം നമുക്കിവിടെ കാണാനും സാധിക്കും. ആര്യടൻ ഷൗക്കത്ത് കൂടി ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ മുത്തേടത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതിനുശേഷമാണ് നിലമ്പൂരിലെ പരിപാടി ഉണ്ടാവുക. ആദ്യ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ പ്രദേശത്താണ് എന്നുള്ളതും എടുത്തു പറയണം. മുത്തേടത്ത് എത്രത്തോളം പ്രതീക്ഷയിലാ? ഒരു 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എങ്ങനെയാ പ്രിയങ്ക ഗാന്ധി വരുമല്ലേ? ഇതിനു മുൻപ് കണ്ടിക്കണേ കണ്ടിട്ടുണ്ട്. നല്ല മഴയാണല്ലോ. മഴയൊന്നും ഞങ്ങൾക്ക് വിഷയം തന്നെ അല്ല. ഞങ്ങൾക്ക് എംപിനെ കാണണം. ജയിക്കോ തോൽക്കോ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലേ? ജയിക്കും. ഞങ്ങൾ ഉറപ്പായിട്ട് യാതൊരു സംശയമല്ല ജയിക്കും. ഭൂരിപക്ഷത്തിലും ഡൗട്ടില്ല. ഇല്ല, ഡൗട്ടില്ല. ഈ ആളുകളെ കാണുമ്പോൾ തന്നെ ഉറപ്പിച്ചൂടെ എന്നുള്ളത് കൂടിയാണ് ഇവിടെയുള്ളവരൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു ആവേശത്തിലേക്ക് UDF ക്യാമ്പ് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു കാലാവസ്ഥ മാത്രമാണ് കുറച്ച് പ്രതികൂലമായി നിൽക്കുന്നത്. മഴ വരുന്നു, പിന്നെയും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം എന്നുള്ളതാണ് നിലവിലെ സ്ഥിതിയുള്ളത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ പ്രിയങ്ക ഗാന്ധി പ്രദേശത്ത് നിന്ന് ഇവിടെ നിന്ന് അതായത് മണ്ഡലത്തിൽ നിന്ന് മടങ്ങും. അതിനു മുൻപ് തന്നെ ഈ രണ്ട് പരിപാടിയിലേക്ക് പരമാവധി പ്രവർത്തകരെ എത്തിക്കുന്നതിനുള്ള ശ്രമം UDF ക്യാമ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇവിടെ കാണുന്ന ഒരു ജനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കൂടുതൽ ഒരു കേന്ദ്രീകൃത സ്വഭാവം അതിന് വന്നിരിക്കുന്നു. അത് കൊട്ടിക്കലാശത്തിന് മുൻപ് തന്നെ സജീവമായിട്ടുള്ള ഒരു സെമി കൊട്ടിക്കലാശം എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ആഘോഷമാക്കുകയാണ് UDF ക്യാമ്പ് ഉള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഗഫൂറിന്റെ വീട്ടിൽ നിന്നിറങ്ങി നേരെ പ്രിയങ്ക ഗാന്ധി ഇനി ഇവിടേക്കാണ് എത്തുന്നത്. അനുജ.